ഹായ്, ഞാൻ ദീപ. അപ്പോൾ ഇന്നൊരു വീക്ക് ഇൻ മൈ ലൈഫാണ്. അങ്ങനെ വലിയ സംഭവബഹുലമായ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഫെബ്രുവരി 5 തൊട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ആസ് യൂഷ്വൽ എല്ലാ ദിവസത്തെയും രാവിലത്തെ അടുക്കളയിലെ പണികളും കാര്യങ്ങളും ഒന്നും അധികമായിട്ട് ഞാൻ കാണിക്കുന്നില്ല. മൺഡേയിലത്തെ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ ആഴ്ച എനിക്ക് പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല, അങ്ങനെ വലിയ ഓർഡേഴ്സൊന്നുമില്ല. ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്നിട്ടുള്ളൊരു ബെഡ് സ്പ്രെഡാണ്. ആ ബെഡ് സ്പ്രെഡിൽ സൈഡിൽ നമുക്ക് ബെഡ് സ്കേർട്ട് റെഡിയാക്കി കൊടുക്കണം. അതാണ് എനിക്ക് ഇപ്പം നിലവിൽ ഒരു കസ്റ്റമർ ഓർഡറായിട്ട് ചെയ്യാനുള്ള കാര്യം. അപ്പോൾ ഇത് കുറച്ച് ഓവർ സൈസ്ഡ് ആയിട്ടുള്ളൊരു ബെഡ് സ്പ്രെഡാണ്. അപ്പോൾ അതിൽ കറക്റ്റ് അളവും കാര്യങ്ങളും ഒക്കെ എടുത്ത് കുറച്ച് ഭാഗം മുറിച്ച് കളഞ്ഞ് കുറച്ച് ഭാഗം അകത്തോട്ട് കയറ്റി നമ്മൾ തയ്ച്ചെടുക്കാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഈ ഒരു ബെഡ് സ്പ്രെഡും പിന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ള തുണിയൊക്കെ എടുക്കാനായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പിന്നീട് ചെയ്യാം എന്നാണ് കരുതിയിരുന്നത്. ഈ ആഴ്ച ചെയ്യാൻ വെച്ചിരുന്നതല്ല. എനിക്ക് കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഈ ആഴ്ച ഇത് ചെയ്യണ്ട എന്നാണ് കരുതിയിരുന്നത്. പിന്നെ ഞാൻ ഓർത്തു, എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഒരു ഓർഡർ എന്നുള്ള നിലയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് തീർക്കുന്നിടം വരെ നമുക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, എന്തായാലും ഇതങ്ങ് തീർത്തിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ഈ പരിപാടിയിലേക്ക് കടന്നു. പക്ഷേ കടന്നപ്പോഴാണ് മനസ്സിലായത് ഇച്ചിരി മെനക്കെട്ട പണിയാണ്. കാരണം ഇതിൻ്റെ ഈ വലിപ്പം, ഞാനെപ്പോഴും കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സൊക്കെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ വലിപ്പം കാരണം നമുക്ക് ഇങ്ങനെ വിരിച്ചിട്ട് അതിൻ്റെ അളവ് കറക്റ്റ് മാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ നമ്മുടെ ക്രാഫ്റ്റ് റൂം ആണെങ്കിൽ മൊത്തം മെസ്സായിട്ടിരിക്കുകയാണ്. ഏത് മേശപ്പുറത്തും എന്തെങ്കിലുമൊക്കെ സാധനം കാണും. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് പുതിയൊരു 5 ഫീറ്റ് ലോങ് ആയിട്ടുള്ളൊരു ഇങ്ങനെ ഫോൾഡബിൾ ആയിട്ട്, നമ്മുടെ വീട്ടിൽ ഇനി സ്ഥലമില്ല, അപ്പോൾ ഫോൾഡബിൾ ആയിട്ടുള്ളൊരു ടേബിൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സൗകര്യമായിരിക്കും. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഞാൻ തറയിലൊക്കെ ഇട്ടിരുന്ന് ഒരു വിധത്തിൽ വെട്ടി റെഡിയാക്കി പിന്നെ മാർക്ക് ചെയ്താണ് ഞാനത് തയ്ച്ച്. അപ്പം അന്നത്തെ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ തയ്യലൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി ഇതിനകത്ത് കുറച്ച് എംബ്രോയ്ഡറി വേണമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രാഫ്റ്റ് റൂമിൻ്റെ അവസ്ഥ. ഇതാണ് സ്കേർട്ട് തയ്ച്ചത്, അതെ, ബെഡിൻ്റെ സ്കേർട്ട് തയ്ച്ചത്. അപ്പോൾ പിന്നെ അന്ന് ഞാൻ ചെയ്തത്, എനിക്ക് തന്നേക്കുന്ന ഡിസൈനിൽ കുറച്ച് എംബ്രോയ്ഡറി ആ ഒരു ബെഡ് സ്പ്രെഡിൻ്റെ താഴത്തെ ഭാഗത്ത്, ഫുട്ടിൻ്റെ ഭാഗത്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാനത് തന്നേക്കുന്ന ആ ഒരു ഡിസൈൻ പതുക്കനെ ഡിജിറ്റൈസ് ചെയ്യാണ്. നമുക്ക് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഡിജിറ്റൈസ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് തയ്ക്കുന്നതിനെക്കാട്ടിലും. പിന്നെ ഇതിപ്പം കുറച്ചധികം ഉണ്ടായിരുന്നു തയ്ക്കാനായിട്ട്. എങ്കിലും ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് നമുക്കൊരു 3-4 മണിക്കൂർ എടുത്തു. അപ്പം അതാണ് തിങ്കളാഴ്ചത്തെ പരിപാടി. പിന്നെ ചൊവ്വാഴ്ച ഞാൻ പ്രത്യേകിച്ച് വർക്ക് ചെയ്യാമെന്ന് കരുതിയപ്പോഴത്തേക്കും അന്ന് ഫുള്ള് ഇലക്ട്രിസിറ്റി ഇല്ല എന്നൊരു നോട്ടിഫിക്കേഷൻ വന്നു. അന്നേരം ഞാൻ ആലോചിച്ചു, ഞാൻ മാറ്റി വെച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങ് ചെയ്യാമെന്ന്. ഇപ്പോൾ രാവിലെ ബിജു സ്ഥലത്തില്ലാത്തതുകൊണ്ട് രാവിലെ പിള്ളേരെ കൊണ്ടുവിടേണ്ട ഡ്യൂട്ടി എനിക്കായിരുന്നു. അത് കൊണ്ടുവിട്ടിട്ട് പിന്നെ അടുത്ത എൻ്റെ പണി എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു യൂട്രസ് പ്രൊലാപ്സിന് ഞാൻ റിംഗ് പെസറി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിംഗ് പെസറി നമ്മൾ 3 മാസം കൂടുമ്പം മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫെബ്രുവരി 10-ാം തീയതിയാണ് മാറ്റേണ്ടതെങ്കിൽ പോലും ഞാൻ ഓർത്തു, ഓക്കെ, ഇന്ന് എന്തായാലും കറണ്ടില്ല, എനിക്ക് പണിയൊന്നും നടക്കില്ല, അപ്പോൾ പിന്നെ ഇന്ന് തന്നെ അങ്ങ് പോയേക്കാം. അങ്ങനെ ഞാൻ ആദ്യം ഇവിടെയൊക്കെ തപ്പിയിട്ട് കിട്ടിയില്ല. ഞാൻ മെഡിക്കൽ കോളേജ് വരെ പോയിട്ടാണ് എനിക്ക് ഈ റിംഗ് പെസറി കിട്ടിയതിന്. ആപ്പാടെ 35-40 രൂപയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു ആ പരിപാടി നടക്കട്ടെ. അപ്പോൾ രാവിലെ പിള്ളേരെ കൊണ്ടുവിട്ടിട്ട് ആ വഴി ഞാൻ പെസറിയും വാങ്ങിച്ച് വന്ന് പിന്നെ കുളിച്ച് റെഡിയായി ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യനെയാണ് ഡോക്ടറെ കാണാൻ പോകുന്നത്. പിന്നെ ഡോക്ടറെ കാണാൻ പോകുന്നതിന് വേറൊരു റീസണും കൂടെ ഉണ്ട്. അതായത് ഇത്ര പെട്ടെന്ന് പോകുന്നതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, കഴിഞ്ഞ മാർച്ച് മാസമൊക്കെ ആയപ്പോഴാണ് എനിക്ക് ശരിക്കും ഹോർമോണൽ ചേഞ്ചസും ബ്രസ്റ്റ് പെയിനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് മരുന്നൊക്കെ കഴിച്ചൊന്ന് മാറിയതായിരുന്നു. ഇപ്പം അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ എനിക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോകണം. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി പെസറി ചേഞ്ച് ചെയ്തു. പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വുമൺ ഫൗണ്ടേഷൻ ഉണ്ട്, അവിടെ പോയിട്ട് നമ്മുടെ ബ്രസ്റ്റ് എക്സാമിനേഷൻ ഒന്ന് ചെയ്യാനായിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർക്ക് സമയം കറക്റ്റായിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല, 2 ആഴ്ച
കഴിയട്ടെ എന്നുള്ളതാണ് അവിടുന്ന്. 2 ആഴ്ചയല്ല, 2 ദിവസം കഴിയട്ടെ എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല അവരെ വിളിക്കാനായിട്ട്. പിന്നെ ഞാൻ ഓർത്തു, ഓക്കെ, ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിക്കുട്ടിയുടെ ബർത്ത്ഡേ അടുത്ത ആഴ്ചയാണ്. അപ്പോൾ അവൾക്ക് ഓർഗൻസയിലൊരു ഫ്രോക്ക് ചെയ്യാമെന്ന് കരുതി. അപ്പം അതിനുള്ള തുണി എടുക്കാൻ ഞാൻ പോത്തീസിലോട്ട് പോയി. ഒരു പിങ്ക് കളർ ഓർഗൻസ തുണിയും അതിനകത്ത് വെക്കാൻ അവൾക്കിപ്പോൾ കോട്ടൺ ലൈനിങ് ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ക്രേപ്പിൻ്റെ ലൈനിങ്ങും എടുത്തു. ഇനി ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഫാബ്രിക് പെയിൻറ്റിങ് ആണ്. ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ചില സാരീസിലൊക്കെ ഫാബ്രിക് പെയിൻറ്റ് കാണാറുണ്ട്. അപ്പോൾ അതുപോലെ ഇവളുടെ ഫ്രോക്കിൽ ചെയ്യണം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്ക്, എൻ്റെ പണ്ടത്തെ ഫാബ്രിക് പെയിൻറ്റിങ് സ്കിൽസൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ആ 2 തുണി മാത്രം മേടിച്ചു. ബാക്കിയുള്ള തുണികളൊക്കെ കണ്ടിട്ട് എനിക്കിങ്ങനെ കൈ തരിക്കുന്നുണ്ടായിരുന്നു വാങ്ങിക്കാൻ. പിന്നെ ഞാൻ ഓർത്ത് വാങ്ങിച്ചു വെച്ചേക്കുന്നൊന്നും തയ്ച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് മാത്രം മേടിച്ച് വെച്ച് ഞാനിങ്ങനെ ഇറങ്ങി. അപ്പം സമയം ഏതാണ്ട് ഒരു 12-1 മണിയോളം ആയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തം ഞാനിതിൻ്റെ പുറകെ, അതായത് എനിക്ക് രാവിലെ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്ലാൻ ചേഞ്ച്, ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര പ്ലാനിങ്ങിൻ്റെ ആളാണ്. പക്ഷേ നമ്മുടെ പ്ലാൻ ചേഞ്ച് ആവാൻ ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം മതി. കറണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ പണി നടക്കത്തില്ലല്ലോ, തയ്ക്കാനും ഒക്കത്തില്ല. ഒക്കുമോന്ന് ചോദിച്ചാൽ യെസ്. പിന്നെ ഈ കറണ്ട് ഇല്ലാത്തപ്പം നമ്മൾ വർക്ക് ചെയ്ത് പിന്നെ പകുതിക്ക് വെച്ച് നിന്ന് പോകണ്ട. പ്രത്യേകിച്ചും എനിക്ക് കറണ്ട് ഇല്ലാത്ത സമയത്ത് എംബ്രോയ്ഡറി മെഷീൻ പ്രവർത്തിപ്പിക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എനിക്കൊരു പേടി പോലാണ്. അതിനിയൊന്നും സംഭവിക്കരുത്. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള, കുറച്ച് പൈസ ഇറങ്ങുന്നൊരു സാധനമാണ്. അപ്പം അതങ്ങനെ. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി. പിന്നെ രാവിലെ പെട്ടെന്ന് ഒരു പ്ലാൻ ചേഞ്ചൊക്കെ ആയതുകൊണ്ടും കുറച്ച് അച്ചാറൊക്കെ വെക്കാനുണ്ടായിരുന്നുകൊണ്ട് ഉച്ചയ്ക്ക് വന്ന് അച്ചാറും പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആലോചിച്ചത്, ഓക്കെ, ഇനി എന്താണ്, ഇന്നിനിയിപ്പം എന്തായാലും വർക്കൊന്നും നടക്കില്ല, ഇനി വേറെ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണമല്ലോ. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു വെച്ച സ്ക്രിപ്റ്റ് ഞാൻ വീഡിയോ ആക്കിയില്ലായിരുന്നു. തൊട്ട് മുന്നേ ഒരു വ്ളോഗ് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഞാൻ വീഡിയോയ്ക്കുള്ള സ്ക്രിപ്റ്റ് ചെയ്തു വെച്ചു, പക്ഷേ വീഡിയോ ആക്കിയില്ലെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആകെ ഒരു വീഡിയോയുടെ സ്ക്രിപ്റ്റ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു അതങ്ങ് ഷൂട്ട് ചെയ്ത് വെക്കാം. അപ്പം അത് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. വലിയ ക്ഷീണമൊന്നും തോന്നാത്തതുകൊണ്ട് പിന്നെ ഉറങ്ങാനും ഒന്നും പോയില്ല. ഊണ് കഴിഞ്ഞ് നേരെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിലേക്ക് കടന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഷൂട്ടിംഗ് സെറ്റപ്പ് കേട്ടോ. ഒത്തിരി സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു കൂട്ടിയതാണ്, പക്ഷേ അതെല്ലാം മാറിയിട്ട് ഇപ്പം ഈ ഒരു 2 സാധനം മാത്രമേ ഉള്ളൂ. ഒരു റിംഗ് ലൈറ്റും ഒരു കുഞ്ഞ് ക്യാമറയും മൈക്കും, ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോ സെറ്റപ്പ് പറയുന്നത്. അപ്പം ഞാൻ ഇതിനെപ്പറ്റി ഓൾറെഡി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. യൂട്യൂബ് മെൻറ്ററിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ ഒരു ടെസ്റ്റ് പ്രിൻ്റ് എടുത്ത് കസ്റ്റമറിന് അയച്ചു കൊടുത്തു. കസ്റ്റമറിന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കളറിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ പറഞ്ഞു. അതനുസരിച്ച് ഞാൻ 2 കളറിലാണ് ഞാൻ ആ പരിപാടി ചെയ്തത് പിറ്റേന്ന്. അപ്പോൾ പിറ്റേന്നത്തെ ദിവസം മൊത്തം, അതായത് ബുധനാഴ്ച മൊത്തം ഈ ഒരു ബെഡ് സ്പ്രെഡിൻ്റെ താഴത്തെ ഭാഗത്ത് ഈ ഒരു എംബ്രോയ്ഡറി ചെയ്യൽ തന്നെയായിരുന്നു. പിറ്റേന്ന് കൊണ്ട് തീർന്നില്ല, അതിൻ്റെയും പിറ്റേന്ന് എടുത്തിട്ടാണ് ആ ഒരു എംബ്രോയ്ഡറി പരിപാടി തീർന്നത്. അപ്പോൾ ഈ ബെഡ് സ്പ്രെഡ് ഇച്ചിരി കട്ടിയുള്ളതുകൊണ്ടേ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. 8 പ്രാവശ്യം ഹൂപ്പ് മാറ്റി വെച്ചിട്ടാണ് നമുക്കത് തയ്ച്ചെടുക്കാൻ പറ്റിയത്. ഈ ഹൂപ്പ് മാറ്റി വയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ ബെഡ് സ്പ്രെഡിൻ്റെ തുണി ഇങ്ങനെ കട്ടിയുള്ളത് കൊണ്ട് ഇത് ആ മെഷീൻ്റെ മറ്റേ സൈഡിലോട്ട് വന്ന് കുരുങ്ങിയിട്ട് മെഷീൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പാവുമെന്ന് വെച്ചാൽ അതിൻ്റെ അലൈൻമെൻറ്റ് മൊത്തം തെറ്റിപ്പോവും. പിന്നെ നമ്മൾ മെഷീനൊക്കെ ഓഫാക്കിയിട്ട് പിന്നെ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതായിരുന്നു ഇത് ശരിക്കും ഇത് തയ്ക്കുക എന്നുള്ളതിനെക്കാട്ടിലും ഇതിൻ്റെ പ്ലേസ്മെൻ്റ് ആയിരുന്നു അതിനകത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ഘടകം. അപ്പം ബുധനാഴ്ച മൊത്തം ഇതിൻ്റെ പുറകെ തന്നെയാണ് ഇരുന്നത്. അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേക്കും ഞാൻ ഇത് സെപ്റ്റംബറിൽ മേടിച്ച ഒരു ക്യാമറയാണ്, ഒരു ആക്ഷൻ ക്യാമറ എന്ന് പറയാം. അങ്ങനെ പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും കാണിക്കാത്ത എനിക്ക് എന്തിനാണ് ആക്ഷൻ ക്യാമറ എന്ന് നിങ്ങൾ ചോദിക്കാം. എനിക്ക് ക്യാമറയൊക്കെ ഭയങ്കര ക്രേസാണ് കേട്ടോ.
അപ്പം അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ ഞാൻ ക്രെഡിറ്റ് കാർഡിൽ EMI ഒക്കെ വെച്ച് വാങ്ങിച്ചൊരു ക്യാമറയാണിത്. ഇത്തിരി കുഞ്ഞൻ ക്യാമറ, ഭയങ്കര രസമാട്ടോ. അപ്പം ഇതിലാണ് ഞാൻ ഈ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഉള്ള വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇത് വാങ്ങിച്ചപ്പോൾ തൊട്ട് കുറച്ച് കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ട്, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് വർക്ക് ചെയ്യാതാവും. അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് ആമസോണിൽ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്യലും ഒക്കെ ആയിരുന്നു അതിനുശേഷമുള്ള പരിപാടി. പിന്നെ പിറ്റേന്നായപ്പം ഞാൻ എന്താ ഈ ഒരു ബെഡ് സ്പ്രെഡ് അത് കംപ്ലീറ്റ് ആക്കി. പക്ഷെ എനിക്കതൊരു തൃപ്തി തോന്നിയില്ല, കാരണം കസ്റ്റമർ കുറച്ചും കൂടെ വലിയ നീളമുള്ള ഒരു ഡിസൈൻ ആയിരുന്നു തന്നത് എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ തയ്ച്ചു വന്നപ്പോൾ ഇത് തീരെ കുഞ്ഞായതുപോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് അയച്ചു കൊടുത്തു. ഇതിപ്പോൾ ഞാൻ എൻ്റെ കിങ് സൈസ് ബെഡിലായിട്ടേക്കുന്നത്, ഇത് ക്യൂൻ സൈസ് ബെഡ് സ്പ്രെഡാണ്. കസ്റ്റമറിനോട് ചോദിച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിലൊരു ലെയർ ഓഫ് സംഭവം കൂടെ തീർത്തു. പിന്നെ ഫ്രൈഡേ രാവിലെ ഞാൻ വീണ്ടും ഈ ക്യാമറയുടെ പുറകെ ആയിരുന്നു. ഏതാണ്ട് ഉച്ചവരെ കസ്റ്റമറിനെ വിളിക്കുക, അവർക്ക് നെഗറ്റീവ് റിവ്യൂ ഇടുക, എല്ലാ സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പണിക്കിരുന്നത്. വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലോട്ട് ഒരു ലെയർ സംഭവം കൂടെ തീർത്തു, അയച്ചു കൊടുത്തു. കസ്റ്റമറിന് ഇഷ്ടപ്പെട്ടു. ഇനി ഇതിൻ്റെ പുറകിട്ട് നൂലെല്ലാം വെട്ടിച്ച് അത് കൊണ്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ പരിപാടി തീർന്നു. പിന്നെ ഇനി ആനിക്കുട്ടിയുടെ പരിപാടി തുടങ്ങണമല്ലോ. അപ്പോൾ അതിനു മുമ്പേ എൻ്റെ ഈ ഒരു മുറിയുടെ കോലം കണ്ടല്ലോ, ഈ ഒരു കോലം ഒന്ന് വൃത്തിയാക്കി നമുക്കൊരിച്ചിരി സമാധാനത്തോടെ, അല്ലെങ്കിൽ ഒരു മറ്റേ എസ്തെറ്റിക് വീഡിയോസൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു റീല് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. അതിനുശേഷം എനിക്ക് എന്നോട് തന്നെ ഭയങ്കര പുച്ഛം തോന്നിയിട്ട് ഞാനത് ഫുള്ളൊന്ന് റീസെറ്റ് ചെയ്തു, അടിപൊളിയാക്കി. അങ്ങനെ ഭയങ്കര അടിപൊളി എന്ന് പറയാൻ പറ്റില്ല, കാരണം ചവർ എങ്ങനെ ആയാലും ഏത് വഴിക്കായാലും വന്നുകൊണ്ടിരിക്കും. അപ്പം ഒത്തിരി തുണി മണിയൊക്കെ ഉള്ളതെല്ലാം അടുക്കി പെറുക്കി വർക്ക് ഏരിയ ഒക്കെ ഒന്ന് സെറ്റാക്കി. ഞാൻ ഒത്തിരി സാധനങ്ങൾ ഞാൻ മുകളിലോട്ടൊക്കെ ആക്കി അവിടെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. അവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൊടിയാണ്, പക്ഷെ സ്റ്റിൽ കുറച്ചൊന്ന് ഒതുങ്ങി. എനിക്ക് സ്ഥലമില്ലാണ്ടായിപ്പോയി കേട്ടോ, ഭയങ്കര. ഞാൻ ഈ റൂം എല്ലാം പണി കഴിപ്പിച്ചതിന് ശേഷമാണ് ഇതിന് മാത്രം സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയത്. അപ്പോൾ ഇനിയും സാധനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ട്, പക്ഷെ സ്ഥലമില്ലാത്തതിൻ്റെ പേര് മാത്രമേ. ഇതിനകത്തെ ഒരു മെഷീനൊക്കെ ഞാനിപ്പം അന്നയുടെ മുറി കൊണ്ടിട്ടേക്കുക, സ്ഥലമില്ലാഞ്ഞിട്ട്. അപ്പോൾ അതും റെഡിയാക്കി വെള്ളിയാഴ്ചത്തെ പരിപാടികൾ തീർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതോടെ നമ്മുടെ വീക്ക് ഇൻ മൈ ലൈഫ് തീരുന്നു. ഇതിനിടയ്ക്ക് അല്ലാതെ പിള്ളേരെ പഠിപ്പിക്കൽ, വീട്ടിലെ ജോലികളൊക്കെ ഉണ്ട്, അതൊക്കെ എന്തിനാ കാണിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. വീക്ക് ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെ വലിയ സംഭവബഹുലമായ കാര്യങ്ങളൊന്നുമില്ല. ഇനി അടുത്ത ആഴ്ച എന്താണെന്നുള്ളത് ആലോചിക്കണം. അതുവരെ